യോഹന്നാൻ സ്നാപകന്റെ ശബ്ദമാണ് ശബ്ദം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് എന്നാണ് നാം വായിക്കുന്നത്. അതൊരു വാക്കാണോ കൊടുങ്കാറ്റാണോ? നേരുള്ളവന്റെ വാക്കുകൾക്ക് നല്ല ബലവും ഘനവും ഉണ്ട്. ഈ ആത്മീക താപസൻ വരണ്ട നിലത്ത് നിന്ന് വേർമുളച്ചവന്റെ ശബ്ദമായി ശുശ്രൂഷിക്കുവാൻ തീർത്തും യോഗ്യനാണ്. മരുഭൂമിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഇടം. കാട്ടിൽ തേനും ഒട്ടകത്തിന് രോമവും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉണ്മാനും ഉടുപ്പാനും ഉള്ളതായി. നിർഭയത്വം എന്തെന്ന് കാലത്തിന് വെളിപ്പെട്ട സമയമാണ് യോഹന്നാന്റെ ശുശ്രൂഷാകാലം. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന് ഒന്നും ഭയപ്പെടാനും ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ യോർദാനിൽ മാനസാന്തര സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യോർദാന്റെ ഇരുകരയിൽ നിന്നുള്ള ആളുകൾ സ്നാനത്തിനായിട്ടെത്തി. പോരാത്തതിന് യഹൂദിയിലും യെരുശലേമിൽ നിന്നുള്ള ആളുകളും എത്തി. എന്നാൽ പിന്നെ ഞങ്ങളും സ്നാനമേറ്റു കളയാം എന്ന ചിന്തയിൽ സദൂക്യരോടൊപ്പം പരീശന്മാരും അവിടെ എത്തി. അപ്പോസ്തല പ്രവൃത്തി 23:8 നമ്മൾ വായിക്കുന്നുണ്ട്, പുനരുദ്ധാനം, ദൂതന്മാർ, മാവ് ഇതൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് സദൂക്യർ. എന്നാൽ പരീശന്മാർ ഇതെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഇവരെ ഒരുമിച്ചാണ് പലയിടത്തും കാണുന്നത്. അവർ തമ്മിലുള്ള ആശയവൈരുദ്ധ്യം മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്റെ ശിഷ്യന്മാർ സമ്പ്രദായങ്ങളെ ലംഘിക്കുന്നു എന്ന് പരാതി പറയാൻ വന്നപ്പോൾ പരീശരും സദൂക്യരും ഒരുമിച്ചാണ് വന്നത്. മത്തായി 16-ൽ ആകാശത്ത് നിന്നൊരു അടയാളം വേണമെന്ന് യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച് ചോദിപ്പാൻ വന്നപ്പോഴും അവർ ഒരുമിച്ചാണ് വന്നത്. വൈരുദ്ധ്യങ്ങളിൽ നിൽക്കുന്നവർ ഒരുമിച്ച് സുവിശേഷത്തിനും യേശുക്രിസ്തുവിനുമെതിരെ നിൽക്കുന്നത് ഇന്നും നാം കാണുന്ന കാഴ്ചയാണല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരീശരെയും സദൂക്യരെയും, ഇത്ര വ്യത്യസ്ത ആശയഗതികളുള്ള ഈ രണ്ടു കൂട്ടരെയും ഒരുമിച്ചൊരൊറ്റ പേരാണ് യോഹന്നാൻ സ്നാപകൻ വിളിക്കുന്നത്, സർപ്പസന്തതികളെ എന്നാണ്. എന്തുകൊണ്ടാണ് ദൂതനും ആത്മാവും പുനരുദ്ധാനവും ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്ന സദൂക്യരെ വിളിച്ച അതേ പേര് തന്നെ ഇതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പരീശന്മാരെ വിളിക്കാനുള്ള കാരണം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കപടഭക്തി, ഹിപ്പോക്രസി നമ്മെ സർപ്പബന്ധുവാക്കി സർപ്പസന്തതികളാക്കി മാറ്റും. നാം എന്ത് വിശ്വസിക്കുന്നു എന്നതുപോലെ പ്രധാനമാണ് വിശ്വസിക്കുന്നത് ആഴത്തിലും സത്യസന്ധമായും വിശ്വസിക്കുക എന്നുള്ളത്. യിരെമ്യാവ് ചില മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ പരീശന്മാരെ കുറിച്ച് വളരെ വിശുദ്ധമായ കാര്യങ്ങൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്. വന്ദനം കേൾക്കുന്നത്, മുഖ്യാസനത്തിൽ ഇരിക്കുന്നത്, റബ്ബി എന്ന് വിളിക്കപ്പെടുന്നതൊക്കെ വളരെ ഇഷ്ടമായ അവർ ജീരകമണിയുടെ കണക്ക് പറയുകയും വലിയ ഒട്ടകം പോലുള്ളവ വിഴുങ്ങിക്കളയുകയും ചെയ്യുമായിരുന്നു. കപടഭക്തിക്കാരെ എന്നാണ് കർത്താവ് അവരെ വിളിച്ചത്. സർപ്പക്കൂട്ടിൽ അകപ്പെട്ട മനുഷ്യരാണവർ. സർപ്പബന്ധുവാണ്, സർപ്പത്തിന്റെ സ്വാധീനത്തിലാണ്. ആ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു എന്ന് നാം വായിക്കുന്നത് പോലെ ഇവരും ഉപായ രൂപേണയാണ് പ്രാർത്ഥിക്കുന്നത് പോലും. അതുകൊണ്ട് ഈ സർപ്പക്കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ മുഖം മൂടികൾ അഴിച്ചു കളഞ്ഞ് നാട്യങ്ങളില്ലാത്ത സത്യസന്ധമായ ഒരു ആത്മീക ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ മാനസാന്തര സ്നാനം യോർദാനിലെ ഒരു കുളി മാത്രമായിരിക്കും
എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുതലുണ്ടാകേണ്ടതിന് നാട്യങ്ങളില്ലാത്ത ആഴമുള്ള ആത്മീക ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.